ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് അരി കുതിർത്ത് അരക്കൊന്നും ചെയ്യാതെ നമുക്ക് അരിപ്പൊടി വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് അറിയാനായിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു 1.5 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മുടെ മധുരത്തിനനുസരിച്ചും അതുപോലെ ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും, ചിലതിന് ഇച്ചിരി മധുരം കുറവായിരിക്കും. അത് നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ചെറിയ ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, എന്നാൽ അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ ചെറിയ ചൂടോട് കൂടി തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ബാക്കിയുള്ള കട്ടയും കൂടെ ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലപോലെ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ, ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. രണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വരുന്ന വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവില്ല, പുറം മാത്രം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ അതേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് എഴുതിയിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പി കാണാൻ അതുവരേക്കും ബൈ.